റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ഭക്തിസാന്ദ്രമായി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന മധ്യേ കാൽകഴുകൽ ശുശ്രൂഷ നടത്തി. ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. യേശുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. വിനയത്തിന് പുത്തൻ മാതൃക നൽകിയും എളിമയുടെ സന്ദേശം പകർന്നും യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ദേവാലയങ്ങളിൽ വൈദികർ 12 പേരുടെ കാലുകൾ കഴുകി ചുംബിച്ചു. യേശു താൻ കുരിശുമരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നതിന്റെ തലേരാത്രി അപ്പവും വീഞ്ഞും തന്റെ ശരീരവും രക്തവുമായി വാഴ്ത്തി ശിഷ്യന്മാർക്ക് പങ്കിട്ട് നൽകിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ ആചരിച്ചത്. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ. ഇന്ന് രാത്രി വീടുകളിൽ മുതിർന്ന അംഗം ഈ ഓർമ്മ പുതുക്കി അപ്പം മുറിച്ച് കുടുംബാംഗങ്ങൾക്ക് നൽകും. കാൽവരിയിൽ മരക്കുരിശിൽ യേശു ജീവൻ ബലിയർപ്പിച്ചതിന്റെ ത്യാഗസ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കും. മരണത്തെ കീഴടക്കി യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഞായറാഴ്ച ഈസ്റ്റർ ആചരിക്കും. ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പക്കിൽ നേതൃത്വം നൽകി. ലോകത്തിന് വിനയത്തിന്റെ മാതൃക പകർന്ന് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് കാൽകഴുകൽ ശുശ്രൂഷയെന്ന് ഫാദർ കുര്യാക്കോസ് കൂമ്പക്കിൽ പറഞ്ഞു. പെസഹ ദിനത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് യേശുവിന്റെ വിനയത്തിന്റെ മാതൃക പിന്തുടർന്ന് കാൽകഴുകൽ ശുശ്രൂഷകൾ ക്രൈസ്തവർ ആചരിച്ചു വരുന്നത്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ഇടവക സമൂഹം ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും പെരുവമ്പാടത്തേക്ക് കുരിശിന്റെ വഴി നടത്തുമെന്നും ഫാദർ കുര്യാക്കോസ് കുമ്പക്കിൽ പറഞ്ഞു. ഫാദർ കുര്യാക്കോസ് കുമ്പക്കിയില് സെന്റ് തോമസ് ഇടിവണ്ണ പള്ളിയുടെ വികാരിയായിട്ട് 2 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഇത് 3ാമത്തെ പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹയെ സംബന്ധിച്ച് എല്ലാവരും തന്നെ ദേവാലയത്തിൽ വരുന്ന ഒരു വലിയ തിരുനാളാണ്. എല്ലാവർക്കും അതൊരു പുണ്യപ്പെട്ട ദിനമായിട്ട് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് കുർബാന സ്ഥാപിച്ചതിന്റെ അനുസ്മരണമാണ്. അതായത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ കൂടാതെ പൗരോഹിത്യ സ്ഥാപനത്തിന്റെയും ഒരു ദിവസമായിട്ടാണ് പെസഹായ നമ്മൾ ഓർക്കുക. ഈ കാര്യങ്ങളിലെല്ലാം അന്ന് പങ്കെടുക്കുന്ന നാളെ ദുഃഖവെള്ളിയുടെ കർമ്മങ്ങളുണ്ട് ഇവിടെ. അതിനുശേഷം പെരുവമ്പാട കുരിശടിയിലേക്ക് പ്രദർശനമായിട്ട് പോകുന്നു. അവിടെ നേർച്ച ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേക്കുമെല്ലാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിൽ നടന്ന ദിവ്യബലി കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കെച്ചേരി എന്നിവർ നേതൃത്വം നൽകി. മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ നേതൃത്വം നൽകി. വൈകുന്നേരം 6 മണിക്ക് നിലമ്പൂർ ജോസ്ഗിരി സെന്റ് ജോസഫ് മലങ്കര ദേവാലയത്തിൽ നടക്കുന്ന പെസഹ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് ചാപ്രത്ത് നേതൃത്വം നൽകും. എ+ വിഷൻ, നിലമ്പൂർ. ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.